ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോയൽ കാൽവറി മിനിസ്ട്രീസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വിശുദ്ധ പകൽക്കാലത്ത് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനിടയായി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വല്ലാത്തൊരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരുമിച്ച് നമുക്ക് അവരുടെ സഭാഹോളുകൾ കടന്നുപോയി ആരാധിക്കുവാൻ വഹിയാത്ത ഒരു കാലത്തിലാണ് ആയിരിക്കുന്നത്. ദൈവം എത്രയും വേഗം അതിനൊരു നീക്കുപോക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം നമുക്കെല്ലാവർക്കും അവരുടെ സ്ഥലസഭകൾ കടന്നുപോയി സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ അവസരം എനിക്ക് തന്ന റോയൽ കാൽവറി മിനിസ്ട്രീസിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കിടക്കാം. അല്പനേരത്തെ ധ്യാനത്തിന് വേണ്ടി മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിക്കുക. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു. താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നാളുകളിൽ വളരെ പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും കൂടെ എല്ലാവരും, വിശ്വാസികളും അവിശ്വാസികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രതിസന്ധികളുടെ നടുവിൽ എന്താണ് ഒരു ദൈവ മകൻ്റെ അല്ലെങ്കിൽ വിശ്വാസികളായി നമ്മുടെ ഒരു പ്രതികരണം? അല്ലെങ്കിൽ ശക്തമായ കൊടുങ്കാറ്റിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വിടുതൽ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അല്പമായി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രതികൂലം നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു അവർക്ക് പല ഉപമകളിൽ കൂടെ വചനത്തെ മനസ്സിലാക്കിപ്പിക്കുകയും അതുമാത്രമല്ല അവൻ്റെ ഉപദേശം കേട്ട് വളരെയധികം ആൾക്കാർ അവനോടുകൂടെ അനുഗമിക്കുകയും ചെയ്യുന്ന കാണുവാൻ സാധിക്കും. അതുമാത്രമല്ലാതെ കർത്താവ് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉപമകളിൽ കൂടിയാണ് പല കാര്യങ്ങളും പറഞ്ഞു വന്നിരുന്നത്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള ആ ലാവണ്യ വാക്കുകൾ കേൾക്കാൻ ശിഷ്യന്മാരും അനേക ജനബലിയും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസത്തിൽ സന്ധ്യാസമയത്ത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പുരുഷാരത്തെ വിട്ടു. അവരെല്ലാവരും ഒരുമിച്ച് ഒരു പടകിൽ കയറി കടന്നുപോയി. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടെ തൻ്റെ ശിഷ്യന്മാർ കടന്നു പോകാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഒരു ശക്തമായ കൊടുങ്കാറ്റ്, ശക്തമായ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയാണ് സർവശക്തനായ ദൈവം വിടുവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം പറയുമ്പോൾ അതിനെല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ഇവിടെ നാം അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും അക്കരയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവർ ദൈവത്തെ അനുസരിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് അവർ അക്കരെ. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒന്നാമതായിട്ട് ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരാണെന്ന് ഒരിക്കലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞു, അതായത് നാം കർത്താവിനെ എപ്പോഴും അനുസരിച്ചുകൊണ്ട് നമ്മളെപ്പോഴും സ്വതന്ത്രമായി വളരെ സന്തോഷത്തോടും സൗഖ്യത്തോടും സുഖത്തോടും നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കരുത്. കാരണം കർത്താവ് തന്നെ പറഞ്ഞ, ഭൂമിയിൽ നിങ്ങൾക്ക് ക്ലേശമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു കാണുവാൻ സാധിക്കും. പ്രശ്നങ്ങളില്ലാത്തവർ ആരുമില്ല. ഇയ്യോബിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, നോഹയുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, പിതാമഹന്മാരായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നിവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും കർത്താവിൽ ആശ്രയിച്ച് അത് മറികടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവരെല്ലാവരും ദൈവത്തെ അനുസരിച്ചവരാണ്. അബ്രഹാമിന്റെ അനുസരണം എല്ലാവർക്കും അറിയാം. പക്ഷേ തന്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം നേരിട്ടു. എന്താ? തനിക്ക് 100-ാമത്തെ വയസ്സിൽ ലഭിച്ച മകനെ യാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞു. എന്നാലും ദൈവത്തെ അനുസരിച്ചു. വലിയ പ്രശ്നത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്ന കാണുവാൻ സാധിക്കും. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം വിശ്വസിക്കണം. അവൻ നമ്മളെ തനിച്ചാക്കിയില്ല. ഹി ഈസ് വിത്ത് us. ഹി ഈസ് ഇമ്മാനുവൽ. അവൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ തനിച്ചു വിടുകയല്ല ചെയ്യുന്നത്. നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവും അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ക്ഷീണം കൊണ്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഇല്ലാതെ എല്ലാവരും പോയത്. കർത്താവായ യേശുക്രിസ്തുവായിട്ട് പോയി ഇരുന്നപാടെ ഉറങ്ങിപ്പോയതാണ് കർത്താവായ യേശുക്രിസ്തു. എന്താ? 38-ാം വാക്യത്തിൽ അവൻ അമരത്തു തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. കർത്താവ് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു കൂടെയുണ്ട്. യോശുവയോട് കർത്താവായ ദൈവം പറഞ്ഞ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ദാസനായ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ധൈര്യപ്പെടുക, ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. അല്ലെ? യോശുവ 1:9 പറയുന്നത്, നീ പോകുന്നിടത്തേക്കും ഞാൻ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമുക്കൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, ഒരു ടാസ്ക് നമുക്ക് തരുമ്പോൾ നാം വിശ്വസിക്കണം, ഈ ഇമ്മാനുവൽ, ആ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. മൂന്നാമത്, ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. അപ്പോൾ ദൈവം ഇവരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. പോയി. അപ്പോൾ അതിന്റെ പിന്നില്, അങ്ങനെ പോകുന്നതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ദൈവം ചെയ്യുന്ന ഒരു കാര്യത്തില് നമുക്ക് നോക്കണമേ. ഇതിന്റെ 40-ാമത്തെ വാക്യത്തില്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ശിഷ്യന്മാരുടെ വിശ്വാസം ഒന്ന് ശോധന ചെയ്യുന്നതിന് വേണ്ടി. അതായത് സുവിശേഷം നോക്കുമ്പോൾ അവിടെ കർത്താവ് ക്രിസ്തു വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്നാണ്. നിനക്കെന്താ വിശ്വാസമില്ലേ? അപ്പോൾ ശിഷ്യന്മാർക്ക് കടുകുമണിയോളം വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി, അവർ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? കടുകുമണിയോളം വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം വെച്ചിരിക്കുന്നവരായി എന്ന് പറയുമ്പോൾ ആശ്രയം വെച്ചിരിക്കുന്നവരായിരിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, 4-മതായിട്ട് ഈ സംഭവം നമുക്ക് മനസ്സിലാകുന്ന എന്തറിയാമോ? ദൈവത്തിന്റെ മറ്റൊരു ഉദ്ദേശമാണ് ദൈവം ആരെന്ന് അറിയുന്നതിന് വേണ്ടി, അല്ലേ? 41-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഹൂ ഈസ് ദിസ് പേഴ്സൺ? അതെ, ഇവൻ ആരാണ്? സാക്ഷാൽ ദൈവം, നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചവൻ, നമ്മുടെ അകൃത്യങ്ങളെ പോക്കിയവനായിരിക്കുന്ന ദൈവം, അവനാണ്. ഇവരെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണത്തില് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അതിന്റെ പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും. നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്, പാവമില്ലാത്തവനായ ദൈവമുണ്ട്. അപ്പോൾ ദൈവം ആരെന്ന് മനസ്സിലാക്കുന്നതിനും ഉണ്ടോ? കാറ്റും കടലിനെ എല്ലാം കർത്താവായ യേശുക്രിസ്തു ശാന്തമായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് പ്രതിസന്ധികൾ വന്നാലും ദൈവം നമ്മെ വിടുവിക്കുവാനായിട്ട് താല്പര്യമുള്ളവനും വിടുവിക്കാൻ കഴിയുന്നവനുമാണ്. ശക്തമായ കൊടുങ്കാറ്റിൽ സർവശക്തനായ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് കാണുവാനും സാധിക്കും. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസം വേണം ദൈവത്തിൽ. അവൻ നമ്മോട് കൂടെയുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കണം. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.